സന്തോഷമുള്ള 3 കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിലൊന്ന് ഇന്നത്തെ അതിൽ 2 കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളാണ്. ഒന്നാമത്തേത്, സംസ്ഥാനത്ത് ഒരു സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിക്കാൻ ഇന്ന് മന്ത്രിസഭ അനുമതി നൽകി. മയക്കുമരുന്ന് മാഫിയക്കെതിരായ നടപടികൾ കടുപ്പിക്കുന്നതിന് പ്രത്യേകമായ ഒരു സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുന്നത് സഹായകരമാകും എന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ ഗവൺമെൻറ് തന്നെയാണ് എക്സൈസിന് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചത്. അത് വലിയ വിജയമായിരുന്നു. അപ്പോൾ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചപ്പോൾ വളരെ ഗുരുതര സ്വഭാവമുള്ള വലിയ കേസുകളെല്ലാം ക്രൈംബ്രാഞ്ചിന് വിടുകയും എല്ലാത്തിലും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുകയും ചെയ്തു. 34 വർഷം മുതൽ 25 വർഷം വരെയൊക്കെയാണ് ശിക്ഷ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസുകളിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ വിജയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മയക്കുമരുന്ന് കേസുകൾക്ക് മാത്രമായി ഒരു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നാം ആരംഭിക്കുന്നത്. അത് കേരളത്തിലെ ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇതുവരെ നാം നേടിയ നേട്ടങ്ങളെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനമായിരുന്നല്ലോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന അനന്തര പദ്ധതിയുടെ വിശദമായിട്ടുള്ള മാർഗരേഖ ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ആ കാര്യവും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവംബർ 1 അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയ വേദിയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ തുടർച്ചയുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ആ തുടർ പദ്ധതിക്ക് ആവശ്യമായ വിശദമായ മാർഗരേഖയ്ക്ക് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകിയിരിക്കുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന അനന്തര പദ്ധതി ആ നിലയിൽ അന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം, നവംബർ 1 ആ ചരിത്ര പ്രാധാന്യമുള്ള വേദിയിൽ നടത്തിയ പ്രഖ്യാപനം ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. ഈ ഗവൺമെൻറ് എത്ര സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളും പിന്തുടരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. മൂന്നാമത്തെ ഒരു സന്തോഷം, നമ്മുടെ അഭിമാന സ്ഥാപനമാണ് കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ തുടർച്ചയായി ദേശീയ പുരസ്കാരം കിലയ്ക്ക് കിട്ടി. ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കില. കിലയും ബ്രസൽസ് ആസ്ഥാനമായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള MOU ഒപ്പുവെക്കുന്നതിനുള്ള അംഗീകാരമായിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തിന് കാത്തിരിക്കുകയായിരുന്നു. ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് നമ്മൾ അർബൻ കോൺക്ലേവ് വെച്ച് ഒപ്പിട്ടിരുന്നു. ഈ അംഗീകാരം കിട്ടിയാൽ ഉടൻ MOU ഒപ്പുവെക്കാം. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുമായി കില MOU ഒപ്പുവെക്കും. കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ അർബൻ ഗവേണൻസ് തുടങ്ങിയിട്ടുള്ള പുതിയ ആധുനികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചായിരിക്കും കിലയും UNUവും ചേർന്നിട്ടുള്ള കോഴ്സുകൾ. അത്തരം പുതിയ നവീന വിഷയങ്ങളിൽ ആയിരിക്കും ആ കോഴ്സുകൾ ഉണ്ടായിരിക്കുക. ബാക്കി വിശദാംശങ്ങൾ MOUവിന് ശേഷം പറയാം. ഇത് അന്ന് ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ അന്നൊരു പറഞ്ഞ മറുപടിയുണ്ട്. ഞാനിപ്പോൾ അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമാണ്, ഇതിലെന്താണ് തെറ്റ് എന്നായിരുന്നു അന്ന് റെസ്പോണ്ട് ചെയ്തത്. ഇതിനോട് സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളെ അറിയിക്കുന്നത് സുതാര്യതയുടെയും ഗുഡ് ഗവേണൻസിൻ്റെയും ഭാഗമാണ് എന്ന് പറഞ്ഞു. ഇന്ന് അത് തന്നെയാണ് കേരള ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളത്. ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമാണ്, അതിലെന്താണ് തെറ്റെന്നാണ് കോടതി ചോദിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ സാധാരണഗതിയിൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ. പ്രതിപക്ഷം ഈ കുടില രാഷ്ട്രീയ ലക്ഷ്യവുമായിട്ട് എടുത്തു ചാടി എത്ര തവണയാണ് അബദ്ധത്തിലാവുന്നത്. സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിൻ്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? അവരോട് അതിയായ തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. കാരണം അവർ പോയില്ലായിരുന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നാട്ടുകാർ മുഴുവൻ അറിയില്ലായിരുന്നല്ലോ. സർക്കാരിനെതിരെ കോടതി പോയി ഇതിൽ സ്വകാര്യതാ ലംഘനവും അഴിമതിയൊക്കെ ആരോപിച്ച് കോടതിയിൽ പോയി ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രതിപക്ഷം വന്നിരിക്കുകയാണ്.
സൽഭരണമാണ് എന്ന്. അതുകൊണ്ട് ഈ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.